സംസ്ഥാന ആരോഗ്യമന്ത്രിയുടെ ദില്ലി യാത്ര ഒരു നാടകമായിരുന്നു. മന്ത്രി സമരം ചെയ്യുന്ന ആശമാരെ പറഞ്ഞ് പറ്റിച്ചതായിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമരപ്പന്തലിലെത്തി ആശമാരെ കണ്ട ശേഷം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി ഒരു ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയ്ക്ക് പിന്നാലെ സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് കേന്ദ്രം കൊടുത്ത പണത്തിൻ്റെ കണക്ക്, കാരണം അന്നത്തെ തർക്കം എല്ലാം കേന്ദ്രം തരാനുണ്ട് എന്നതായിരുന്നു. അപ്പോൾ 2024-25 സാമ്പത്തിക വർഷത്തിൽ നേരത്തെ ബജറ്റിൽ പറഞ്ഞിരുന്നതിനേക്കാൾ കൂടുതൽ തുക സംസ്ഥാനത്തിന് NHMന് കൊടുത്തുവെന്നും അതുകൂടാതെ ഒരു 35 കോടി രൂപ കൂടുതൽ കൊടുത്തത് കൂടാതെ പഴയ ചില കുടിശ്ശിക തീർക്കാനായി 120 കോടി കൊടുത്തു എന്ന് പറഞ്ഞിരുന്നു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ആ കുറിപ്പിലെ കണക്കിലേക്ക് കടക്കാതെ ആരോഗ്യമന്ത്രി അത് കൊടുത്ത മാധ്യമങ്ങളെ മുഴുവൻ അന്ന് അധിക്ഷേപിച്ചു. മാധ്യമപ്രവർത്തനത്തിൻ്റെ ബാലപാഠം അറിയാത്തവരെന്ന് പറഞ്ഞു. പക്ഷേ കണക്കിനെക്കുറിച്ച് പറഞ്ഞില്ല. ഇങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ തൊട്ടു പിന്നാലെ സുരേഷ് ഗോപി ആ വാർത്താക്കുറിപ്പ് താൻ മാധ്യമങ്ങൾക്ക് കൊടുത്തതാണെന്നും അത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ അദ്ദേഹത്തിന് ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കൊടുത്തതാണെന്നും പറഞ്ഞു. പക്ഷെ നിന്നെ പോലുള്ള ലോക പൊലയാടിമോമാരെ ഉദ്ദേശിച്ചാണ് പണ്ട് അങ്ങേര് പറഞ്ഞത്, വാളെടുത്തവൻ വാളാൻ. ഒരു പറഞ്ഞ കമ്പ്യൂട്ടറിനകത്ത് കോപ്പുണ്ടാക്കി വെച്ച എന്നെ പൊളന്നളയാന്ന് വിചാരിച്ചോടാ. പിടിച്ചോ. ആദ്യം സുരേഷ് ഗോപി പറഞ്ഞത് കേൾക്കാം. ഞാൻ പ്രധാനമന്ത്രിയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രിയാണ് വിളിച്ചു പറഞ്ഞ് നേരെ നഡ്ഡ എടുത്ത് പോകും, സംസാരിക്കും, അദ്ദേഹം ചില കാര്യങ്ങൾ ധരിപ്പിക്കും, അത് പത്രക്കാരെ അറിയിക്കുക എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പത്രക്കാരെ ഒന്നും വിളിച്ച് കാണുന്ന ആളല്ല. എനിക്ക് നഡ്ഡ നേരിട്ട് തന്ന പേപ്പറാണ് പത്രക്കാർക്ക് കൊടുത്തത്. എല്ലാരും വിളിച്ചു. ഇതിന്ന് മാധ്യമപ്രവർത്തകർ ആരോഗ്യമന്ത്രിയോട് ദില്ലിയിൽ വെച്ച് ചോദിച്ചു. അവരുടെ മറുപടി കാണുക. ഏത് കുറിപ്പ്? നദ്ദയുടെ ഓഫീസിൽ നിന്ന് തന്നതാണെന്ന് അവിടെ വന്ന് സുരേഷ് ഗോപി തന്നെ പറഞ്ഞിരുന്നു. ആ കണക്ക് എപ്പോഴെങ്കിലും റെഫർ ചെയ്തിട്ടുണ്ടോ? ആ കണക്കുകൾ ശരിയാണോ? എന്താണ്? അല്ല, അത് ശരിക്കും വാർത്താക്കുറിപ്പായിരുന്നു. അല്ല, വാർത്താക്കുറിപ്പായിരുന്നോ? എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിച്ചാ. അല്ല, ഒരു കുറിപ്പെന്നല്ലേ പറഞ്ഞേ, അത് ശരിക്കും വാർത്താക്കുറിപ്പായിരുന്നു. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ചതിച്ചോ ദൈവമേ, ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ. അല്ല, ഇവിടെ സുരേഷ് ഗോപിയുടെ ഓഫീസിൽ തന്നെ അവൈൽ ചെയ്ത ഇതാണ്. അത് ശരി. അപ്പൊ അദ്ദേഹം പറയണ്ടേ? പറഞ്ഞല്ലോ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലുള്ള കണക്കുകളാണ്. അല്ല, അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കാം. അല്ല, മിനിസ്റ്റർ പിന്നീട് കണ്ടോ ആ കണക്കുകൾ ശരിയാണെന്ന് ചോദിച്ചു. അല്ല, ഞാൻ വാർത്താക്കുറിപ്പ് എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്ത കേരളത്തിനെതിരെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു, ഒരിക്കലും ഒരു സംസ്ഥാനത്തിനെതിരെ ഒരു മിനിസ്ട്രിയും പ്രയോഗിക്കാത്ത വാക്കുകൾ അതിലുള്ളത് കൊണ്ടാണ് ഈ കുറിപ്പ് എന്താണെന്നൊന്ന് കാണാമെന്ന് വിചാരിച്ചാണ് പരിശോധിച്ചത്. അപ്പോൾ നിങ്ങളെല്ലാവരും ആണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടാ. റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോഴാണ് അതൊരു വാർത്താക്കുറിപ്പ് അല്ല, ഒരു വ്യാജ കുറിപ്പാണെന്നുള്ളത് മനസ്സിലായത്. അത് ചോദിച്ചത് നന്നായി. അപ്പോൾ ശരിക്കും അതൊരു വലിയ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര അപകടകരമായിട്ടുള്ള സ്ഥിതിയാണ്. ഒരു കുറിപ്പ് വരുമ്പോൾ പറയാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കുറിപ്പ്. ആര് ഓൺ ചെയ്തു? അദ്ദേഹത്തിന്റെ മന്ത്രാലയം ഏതാ? അത് അദ്ദേഹത്തോട് ചോദിക്കാം. നിങ്ങളുടെയൊക്കെ മാധ്യമ പ്രവർത്തന ചരിത്രത്തിലെ ഞാൻ അതിലൊരു ഇതിലില്ല. അതായത് ഇത് വലിയ അപകടമുള്ള ഒരു വിഷയമാണ്. വീട് നിന്റെ എവിടെയാണ്? മുതലാളിയുടെ വീട് എവിടെയാണെന്ന് ചുടുകാട്ടിൽ. ചോദ്യം എന്താണ്, ഉത്തരം എന്താണ്? ആശാ വർക്കർമാർക്ക് ഓണറേറിയം എന്ന രീതിയിൽ പണം വർദ്ധിപ്പിച്ച് നൽകാനുള്ള അധികാരവും കഴിവുമുണ്ടോ? ഉണ്ട്. അങ്ങനെ നൽകാൻ ഈ സർക്കാർ തയ്യാറാണോ? ഈ സർക്കാർ അതിന് തയ്യാറല്ല. ഈ സർക്കാരിൻ്റെ രാഷ്ട്രീയ പരിപാടി അവർ പ്രഖ്യാപിച്ചത്, തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ പ്രഖ്യാപിച്ച മിനിമം കൂലിയായ 700 രൂപ എന്നുള്ളത് ആശാ വർക്കേഴ്സിന്, സ്കീം വർക്കേഴ്സിന് ബാധകമാക്കാൻ അവർ തയ്യാറാണോ? അവർ തങ്ങളുടെ വാഗ്ദാനങ്ങളിൽ നിന്ന്, പ്രകടന പത്രികയിൽ നൽകിയ രാഷ്ട്രീയ വാഗ്ദാനത്തിൽ നിന്ന് പുറകോട്ട് പോയിരിക്കുന്നു. അത് ഉന്നയിച്ച് സമരം ചെയ്യുന്ന സ്ത്രീകളെ, അതുന്നയിച്ച് സമരം ചെയ്യുന്ന ജീവനക്കാരെ, തൊഴിലാളികളെ ആക്ഷേപിക്കുക മാത്രമാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. മന്ത്രി വേറൊന്നുകൂടി ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, ഇൻസെൻറ്റീവ് കൂട്ടുന്നതിന് കേന്ദ്രമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി ഞാൻ ആവശ്യപ്പെടുമെന്ന്. നമുക്കറിയാം, ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ഒപ്പം മന്ത്രിയെ കാണണമെന്ന് പറഞ്ഞിട്ട് ഒരു വാറോൽ എഴുതി വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായിട്ട്, ഏത് കേന്ദ്രമന്ത്രിയുമായിട്ടും ഒരു സംസ്ഥാന മന്ത്രിക്ക് ചർച്ച നടത്താൻ പറ്റുമോ? ഇതൊക്കെ മുൻകൂട്ടി നിശ്ചയിക്കേണ്ട കാര്യങ്ങളാണ്. സമരം തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് സംസാരിക്കാം, സമരത്തിന് മുമ്പ് തന്നെ സംസാരിക്കാം. ഒരു സർക്കാർ എന്നുള്ള നിലയിൽ ആശാ വർക്കർമാരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര
ആരോഗ്യമന്ത്രിയുമായും കേന്ദ്ര സർക്കാരുമായും നിങ്ങൾ എത്ര തവണ ചർച്ച നടത്തി? മന്ത്രി പറയട്ടെ. നടത്തിയിട്ടില്ല. ഈ സമരം തുടങ്ങിയതിന് ശേഷമാണ് ഇവരുടെ കുടിശ്ശിക പോലും തീർത്തു നൽകിയത്. അപ്പോൾ സമരത്തിന്റെ സമ്മർദ്ദം വരികയും പൊതുജനാഭിപ്രായം തങ്ങൾക്കെതിരാവുകയും ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ ഇവർ നടത്തുന്ന നാടകമാണിത്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. എന്ത് ചൂട് വടക്കോ? അല്ല, ഇവിടെ ചൂടേ ഫാനിലടാ ഉണ്ടെങ്കിൽ കാറ്റുള്ളായിരുന്നു. എന്റെ കാറ്റ് ഇപ്പൊ പോവും, അതുകൊണ്ടോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ സൂചിപ്പിച്ച ചർച്ച എന്തിനാണെങ്കിലും വളരെ നേരത്തെ കേന്ദ്ര ധനമന്ത്രിയുടെ അനുവാദം വാങ്ങി KV തോമസ് പോയി അവരെ ക്ഷണിച്ച് അവർ പ്രഭാത ഭക്ഷണത്തിന് കൂടിക്കാഴ്ചയ്ക്ക് കേരള ഹൗസിൽ എത്തുകയായിരുന്നല്ലോ. ഇതിപ്പോൾ ആകെ എല്ലാവരെയും പറ്റിച്ചിട്ട് ശ്രീമതി ടീച്ചർ വക പുതിയ ക്യാപ്സ്യൂൾ. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. പുറത്തിറങ്ങാൻ പറ്റില്ല. എന്താ നേരത്തെ ശ്രീമതി ടീച്ചറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചല്ലോ. അതിൻ്റെ രാത്രി ഉറക്കം കളഞ്ഞ് രാവിലെ തന്നെ ഡൽഹിയിലെത്തിയത് വൈകുന്നേരം നടക്കുന്ന പരിപാടിക്ക് വേണ്ടിയാണെന്ന് വിവക്ഷ. ഹൃദയം പറിച്ചെടുത്ത് കാണിച്ചാലും ചെമ്പരത്തിപ്പൂവാണെന്ന് പറയുന്നവരോട് എന്തു പറയാൻ? എന്നിട്ട് എന്തുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞില്ല? എന്തൊരു ക്യാപ്സ്യൂളാണ് ഇത് ശ്രീധർജി, എനിക്ക് ചിരിയടക്കാൻ കഴിയുന്നില്ല. വിനു, ശ്രീമതി ടീച്ചറല്ലേ പറഞ്ഞത്? എനിക്ക് ശ്രീമതി ടീച്ചറിനെ കേൾക്കുമ്പോഴേ മറ്റേ AKG സെൻറ്റർ ഫ്രണ്ടിലൊരു ബീഡിപ്പടക്കം പൊട്ടിയപ്പോൾ ഇരുന്ന കസേരയെന്ന് ശബ്ദത്തിൻ്റെ മുഴക്കം കൊണ്ട് പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന ഞാൻ മലക്കം മറിഞ്ഞ് പുറകോട്ട് വീണെന്ന് പറഞ്ഞ ശ്രീമതി ടീച്ചറല്ലേ? അപ്പോൾ പിന്നെ അവർ എടുക്കുന്ന ഇത് വീര്യം കുറഞ്ഞൊരു ക്യാപ്സ്യൂളായിട്ട് കണ്ടാൽ മതി. വിനു ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. വിനു, ബേസിക്കലി വീണ ജോർജ് ഹാസ് പ്രൂവ്ഡ് ദാറ്റ് ഷീ ഈസ് ആൻ ഇന്നപ്റ്റ് പേഴ്സൺ, ഷീ ഈസ് ആൻ ഇന്നപ്റ്റ് മിനിസ്റ്റർ. നിർത്തി അങ്ങ് അവമാനിക്കുവാണ് നീ. ഇന്ന് ദില്ലിയിൽ പോയി അപ്പോയിൻമെൻറ്റ് കിട്ടാത്തതിനെക്കുറിച്ച് ശ്രീമതി വീണ ജോർജ് പറയുന്നത് കേട്ടപ്പോൾ കുറച്ച് മുമ്പ് അവർ ഒരു കുവൈറ്റ് സന്ദർശനത്തിന് തയ്യാറായിരുന്നു. കുവൈറ്റിൽ ഒരു അഗ്നിബാധയിൽ മലയാളികളടക്കമുള്ളവർ മരിച്ചപ്പോൾ വളരെ പെട്ടെന്ന് സർക്കാർ തീരുമാനിച്ച് അവർ ടിക്കറ്റ് എടുത്ത് വിമാനത്താവളത്തിലേക്ക് അങ്ങ് പോവുകയാണ്. അല്ലാതെ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി കിട്ടിയിട്ടേ ഒരു മന്ത്രിക്ക് വിദേശത്തേക്ക് പോകാൻ കഴിയൂ എന്ന് ആലോചിക്കാതെ. എന്ന് മാത്രമല്ല, അവിടുന്ന് മൃതദേഹങ്ങൾ നാട്ടിലേക്ക് വിടുകയാണ്. അതിനിടയ്ക്കായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഈ നാടകം. അന്ന് അവർ പറഞ്ഞുകൂടി കേൾക്കാം. സർക്കാരിന്റെ പ്രതിനിധിയായി എന്നെ അയക്കുന്നു എന്നുള്ള സർക്കാർ ഉത്തരവിറക്കി കേന്ദ്ര സർക്കാരിനോട് ഇത് സംബന്ധിച്ചിട്ടുള്ള അനുമതി തേടി. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ആ യാത്രാനുമതി കേന്ദ്രം നൽകിയില്ല. പൊളിറ്റിക്കൽ ക്ലിയറൻസ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നൽകിയില്ല. അപ്പോൾ ഒരു ദുരന്തത്തിന്റെ മുഖത്ത്, മരണങ്ങളുടെ മുൻപിൽ, ദുഃഖത്തിന്റെ മുന്നിൽ, കണ്ണീരിന്റെ മുന്നിൽ കേരളത്തോട് ഇങ്ങനെയൊരു സമീപനം കേന്ദ്രം സ്വീകരിച്ചത് അത് തെറ്റായൊരു കാര്യമാണ്, അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. നമ്മുടെ ആരോഗ്യമന്ത്രി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ 1992 തിരൂരിൽ നടന്ന സ്കൂൾ കലോത്സവത്തിൽ മോണോ ആക്ടിൽ 1ാം സമ്മാനം നേടിയിട്ടുണ്ട്. അതെന്തിനാടാ പന്നിപ്പ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ല. അന്ന് അവർ കൗരവ സദസ്സിലെ പാഞ്ചാലി വസ്ത്രാക്ഷേപമായിരുന്നു അവതരിപ്പിച്ചത്. അവർ മോണോ ആക്ടിൽ എത്ര വിദഗ്ധയാണെന്ന് ഈ ദിവസത്തെ അവരുടെ സംഭാഷണങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. അന്ന് അവർ അവതരിപ്പിച്ചത് പാഞ്ചാലി വസ്ത്രാക്ഷേപമായിരുന്നുവെങ്കിൽ അതേ വസ്ത്രാക്ഷേപം ചെയ്യുന്ന തരത്തിലാണ് ആശാ സമരത്തോടുള്ള അവരുടെ പരിഹാസവും അവരുടെ പ്രതികരണവും. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. ഞാൻ പോകുന്നു. ബൈ ബൈ.